നോക്കിയിരിക്കാതെ ഇങ്ങനെ എടുത്തോണ്ട് വന്നേ. എനിക്കെങ്ങനെ വയ്യ, താനല്ലേ അടിച്ചു കളഞ്ഞത്. അതുകൊണ്ടല്ല, നിന്റെ അടുത്തല്ലേ മതിലേ, അതുകൊണ്ട് പറഞ്ഞ ചെല്ലേ. മലയാടുന്നുമ്പോ എന്നെ കൂടെ പറ്റിയല്ല, പുതിയ താമസക്കാരാ. എനിക്ക് വയ്യ, നമുക്കൊന്നെ കളി നിർത്താം. നിക്കേ കളി നിർത്താൻ പറ്റേ, ഞാൻ പോയി എടുത്തോണ്ടിരാ. ഇപ്പൊ കളിക്കണ്ടേ, എന്റെ ഒരു ആവശ്യമില്ലയോ? അല്ല, ഞങ്ങള് വെളി കളിച്ചോണ്ടിരിക്കായിരുന്നേ, അപ്പം ഷട്ടിൽ ഇങ്ങോട്ട് വീണു, അത് നോക്കിയെടുക്കാൻ വന്ന. അല്ല, അവിടുന്ന് ഇങ്ങോട്ടാണ് അടിച്ചത്. അപ്പൊ ഇങ്ങനെ പോയി വീണ്, അപ്പൊ പിന്നെ ഇവിടെ തന്നെ കാണും. പിന്നെ കിട്ടി, വരട്ടെ. എന്താണ് ഇത് വെറുതെ ബോൾ? എടോ, താൻ വിഷമിക്കാതെ, ഞാൻ പോയി എടുത്തോണ്ട് വന്നാ പറയാ. പിന്നെ ഷട്ടിൽ ഇങ്ങോട്ട് തന്നെ, അവിടുന്ന് ഭയങ്കരമായ കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നു, അതാ കാരണം. തുന്നുക അല്ലയോ? അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രയാസവും ശ്രദ്ധ പോവും. ആഹാ, താൻ ഇരിപ്പായോ? പിന്നല്ലാതെ കളിക്കുന്നതിനെ കൂടുതൽ ഇരിക്കാനോ സമയം കിട്ടുന്നത്? ഇന്ന് തന്റെ കളി ഭയങ്കര കുഴപ്പാ. ഓക്കെ, തന്റെ തോന്നല. നീരേ വാ. ഞാൻ കളിക്കുന്നില്ല. താൻ ഒന്ന് ക്ഷമിച്ചേ, കാറ്റ് നമ്മുടെ നിയന്ത്രണത്തിലാണോ? ഇത് കാറ്റൊന്നുമല്ല, താൻ മനപ്പുറം വെച്ചിരുന്നത്. അല്ലേ? അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുത്തോണ്ടിരാ. താണല്ലേ താൻ പോയാൽ പറ്റിയല്ല, ഒന്നത് പരിചയമില്ലാത്ത പുതിയ താമസക്കാരാ. ഓ, അത് സാരമില്ല, രണ്ടുകൂടെ താൻ പരിചയമില്ലേ, അതുപോലെ ഞാനും ആയിക്കോളാം. എവിടെ പട്ടിയൊന്നും ഇല്ലല്ലോ? എനിക്കറിഞ്ഞൂടെ. ഉണ്ടല്ലോ, സാരമില്ല. എന്താ? അല്ല, കളിച്ചോണ്ടിരുന്നപ്പം ഷട്ടില്. ഇത് എത്രാമത്തെ തവണയാ? ഇതിനു മുൻപ് വേറൊരാൾ ഇതേ കാരണം പറഞ്ഞ് അകത്തേക്ക് വരുന്നത് കണ്ടു. ഇതെന്താ, അമ്പലപ്പറമ്പോ? അല്ല, ഇതിപ്പോ ഷട്ടില്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാ, ഞങ്ങൾക്ക് ഈ വീട് മാറ്റിക്കൊണ്ടു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ വേറെ സ്ഥലം കണ്ടെത്തിക്കൂടെ? കണ്ടെത്താം. കണ്ടോ? കണ്ടു. നല്ല ശാലീനത. ശാലീനത? താൻ ആ ബോഡിയുടെ ഷേപ്പ് ശ്രദ്ധിച്ചോ? ഒതുങ്ങിയ പ്രകൃതം, നല്ല കറുത്ത മുടി, നല്ല കണ്ണുകൾ. ഒന്ന് നിർത്തൂ. തന്നെ കളിയാക്കാണ്. എന്ത് പറ്റി? ആ കളിയുടെ വായിലെ പുഴുത്ത് കയറി ഞാനാ കേട്ടത്. ശാലീനത പോലും. എടോ, തനിക്ക് ഇത് പറ്റണം. തന്നോട് ഞാൻ പറഞ്ഞല്ലയോ ഞാൻ പോയി എടുത്തോണ്ടിരാന്ന്. ഇനിയെങ്കിലും ഞാൻ പറയുന്നേ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്നിനി കളിക്കാൻ ഞാനില്ല, അത് മനസ്സിലായോ?
പയ്യൻ നീ വാ. നിനക്ക് പബ്ലിക് ലൈബ്രറി അറിയോ? ആ അറിയാം. എന്നാ അവിടെ പോയി ഈ 2 പുസ്തകം മാറ്റിക്കൊണ്ടുവരണം. കളി കഴിഞ്ഞിട്ട് പോയപ്പോ സാറേ. ഇപ്പൊ തന്നെ പോണം. അപ്പൊ പിന്നെ പന്ത് തുറക്കാൻ എന്ത് ചെയ്യും? അതൊക്കെ ഞങ്ങൾ നോക്കിക്കളാം, നീ ചെല്ല്. ആ ഛേ, ദേ ഇനി ഇന്നകത്ത് വീഴത്തില്ല, ഉറപ്പാ. ഞാൻ പോയി എടുത്തോണ്ടിരാം. ഇനിയും കാറ്റ് വന്നാലോ? കാറ്റ് വരത്തില്ലെന്നേ. അത് എനിക്കെങ്ങനെ അറിയാം? കാറ്റ് തന്റെ വരുവാണോ? ഏതായാലും ഇപ്പൊ അകത്ത് വീണില്ല, ഞാൻ പോയി എടുത്തോണ്ടിരാം. അല്ലേ? സ്റ്റെപ്പിന് ഞാൻ കരുതിയിട്ടുണ്ട്, കണ്ടോ? എന്നാലേ താൻ കളിച്ചോ, ഞാൻ കളിക്കുന്നില്ല. ആ താനെന്ത് പറയാൻ പറയുന്നത്? താൻ കളിച്ചാ പോരെ? പോരാ, പിന്നെ ഷട്ടിൽ അപ്പുറത്ത് വീഴണം, അതെനിക്ക് പോയി എടുക്കുകയും വേണം. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലേ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞുതരാം. ആ ഞാൻ കളിക്കുന്ന ഈ കോർട്ടിൽ നിന്നുകൊണ്ടാണേലും എന്റെ മനസ്സിലെ കോർട്ട് ആ കോമ്പൗണ്ട്. ഇന്നിനി കളിക്കണ്ട, വാ കാര്യം പറയാം. മനോഹരമായ ഒരു ഷട്ടിൽ കോക്ക്, ഒരു 10-18 വയസ്സ് പ്രായം കാണും. ഈ കരിങ്കുവളത്തിന്റെ ദളങ്ങളില്ലേ, ആ ഞാൻ കണ്ടിട്ടില്ല. എന്നാ കണ്ടു നോക്ക്, അപ്പ അറിയാം. അതേപോലുള്ള കണ്ണുകൾ, പഞ്ചവർണ്ണ തത്തയുടെ ചുണ്ടുപോലുള്ള മൂക്ക്, തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, ഇരുട്ട് കട്ട പിടിച്ചടക്കുന്ന പോലത്തെ ആ മുഖം. നിർത്ത്, ബാക്കി ഞാൻ ഊഹിച്ചോളാം. ഇത്രയും ക്വാളിഫിക്കേഷൻ ആ പെണ്ണിനുണ്ടെന്നാണോ താൻ പറയുന്നത്? അതെ, ഇത് സൗന്ദര്യമല്ല, ഒരു ഓമനത്വം. എനിക്ക് വല്ലാതെ ഇഷ്ടമായി. ഒരു സംശയം, തനിക്ക് തന്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ പറ്റി പറയാമോ? താൻ എന്നെ കളിയാക്കൊന്നും വേണ്ട. ആ ഇഷ്ടത്തിനും ഈ ഇഷ്ടത്തിനും വ്യത്യാസമുണ്ട്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളാണ് അതൊക്കെ. നനുത്ത കുളിർക്കാറ്റാണ് ഇത്. താനും നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ. ഈ ചേഞ്ച് നല്ലതാണ്. പ്രേമം നൽകുന്ന ഈ അനുഭൂതി പലരിലും പല എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ചിലർ 1-ാം തരം കവിതകൾ എഴുതും, മറ്റു ചിലർ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കാശ് വാരി വലിച്ചുണ്ടാക്കും. ഇനിയും ചിലർ എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് താടിയും മുടിയും വളർത്തി ഏതെങ്കിലും ഉറപ്പുള്ള ഫാനിൽ ജീവിതം കെട്ടിത്തൂക്കും. ആട്ടെ, താനീ പ്രേമത്തിന്റെ തണലിൽ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? സുന്ദരമായി ഷട്ടിൽ കളിക്കാൻ പോകുന്നു. പക്ഷെ തനിക്കെങ്ങനെ അറിയാം അയാൾ മനഃപൂർവ്വം ഷട്ടിൽ അടിച്ചിട്ടാണെന്ന്? അതൊക്കെ എനിക്കറിയാം. എനിക്കെന്താ ബുദ്ധിയില്ലേ? ആട്ടെ, തനിക്ക് അയാൾ ഇഷ്ടമാണോ? അതെനിക്കറിയില്ല. പക്ഷേ എപ്പോഴും ആ ആളിന്റെ മുഖമാണ് എന്റെ മനസ്സിൽ. ഇന്നലെ ഞാൻ സ്വപ്നം കാണുകയും ചെയ്തു. അതിന്റെ അർത്ഥം തനിക്ക് അയാൾ ഇഷ്ടമാണെന്ന്. ആള് കാണാൻ എങ്ങനെ എനിക്കറിഞ്ഞൂടാ, പക്ഷെ എനിക്കിഷ്ടാ. എന്തൊക്കെ ആക്ഷനാ മുഖത്ത് വരുന്നതെന്നോ? ആരും ചിരിച്ചു പോകും. ആ തന്റെ ഒരു ഭാഗ്യം. മനസ്സിനിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിന് മുന്നിൽ വന്ന് വിളയാടുന്നു. എല്ലാറ്റിനും ഒരു യോഗം വേണോടോ.